ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു തേഴ്സ്ഡേ ഈവനിങ് വ്ളോഗാണേ. നമ്മൾ കൂടുതലും തേഴ്സ്ഡേയ്സാണ് പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കുന്നത്. കാരണം പിറ്റേന്ന് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഹോളിഡേ ആണല്ലോ. അപ്പം തേഴ്സ്ഡേ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് സ്ലോ ആയിട്ട് എടുക്കുന്നൊരു ദിവസമാണിത്. അതുപോലെ തന്നെ റോഡിലൊക്കെ നല്ല റഷാണ് കേട്ടോ തേഴ്സ്ഡേ ഈവനിങ്സിനൊക്കെ. നമ്മൾ ഷെറഫയിലുള്ള MRIയിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് അവിടുത്തെ ഫ്രഞ്ച് അനിയൻ സൂപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രസൻറ്റേഷൻ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ ഒരു വെറൈറ്റി ആയിരുന്നു. ബണ്ണിനകത്തായിരുന്നു അത് സൂപ്പ് കൊണ്ടുവന്നിരുന്നത്. നല്ലതായിരുന്നു. ഒരു ക്രീമി ടെക്സ്ചറായിരുന്നു സൂപ്പിന്. ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്രീമി സോസി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടായിരുന്നു ഈ ഐറ്റം ഓർഡർ ആക്കിയത്. എന്നാലും അതിനുള്ള ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഹണി ചിക്കൻ ആയിരുന്നു. അത് കുറച്ചും കൂടി ഒരു സ്വീറ്റർ സൈഡായിരുന്നു. സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് അത് അത്രയും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്നാലും അത് നല്ലതായിരുന്നു. പിന്നെ നമ്മളൊരു അടിപൊളി ഐറ്റം ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഫിഷ് പൊള്ളിച്ചത്, സീ ബ്രീം ഫിഷ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്ലേവർഫുള്ളായിരുന്നു. മസാലയെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയ്ക്ക് തന്നെ നല്ല ഫ്ലേവറായിരുന്നു. ഒരു ഒതൻറ്റിക് കേരള സ്റ്റൈൽ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. എൻ്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും നൂൽ പൊറോട്ട ആയിരുന്നു. ഞാൻ ചപ്പാത്തിയുടെ കൂടെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു 6 ഐറ്റം വാങ്ങിച്ചിരുന്നു കേട്ടോ. കസ്റ്റേർഡ് ആപ്പിൾ ഐസ്ക്രീമാണോ ഷേക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എന്തോ ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. മെനു കാർഡിനകത്ത് ഈ ഐറ്റത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളത് അവിടെ ചോദിച്ച് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. പിന്നീട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലോട്ട് വന്നു കേട്ടോ. ഇവിടെ രാത്രി 1 മണി 2 മണിയൊക്കെ ആയാലും കുട്ടികൾക്കൊന്നും രാത്രി ഉറക്കമില്ല കേട്ടോ. പ്രത്യേകിച്ച് തേഴ്സ്ഡേ ഈവനിങ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും പാർക്കിലൊക്കെ ആയിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും എല്ലാവരും കാണും. പാർക്കിലൊക്കെ വന്ന് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പതുക്കെയൊക്കെ എല്ലാവരും വീട്ടിൽ പോകത്തുള്ളൂ. രാത്രിയിലാകുമ്പോൾ അധികം ചൂടൊന്നും കാണത്തില്ല. ചെറിയ കാറ്റും ഇച്ചിരി തണുപ്പൊക്കെ കാണും. അപ്പം നല്ല സുഖമാണ് ഇതുപോലെ പാർക്കിൽ വന്നിരിക്കാൻ. ഇത് അടുത്ത ദിവസം എടുത്ത വ്ളോഗാണേ. ഇതും കൂടെ ഈ വ്ളോഗിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എയർപോർട്ട് റോഡിൻ്റെ അടുത്തുള്ള ചക്കി ചീസിലാണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചക്കി ചീസിൽ വരുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. കാരണം ഒരുപാട് ഗെയിമിങ് ഏരിയ ഉണ്ടായിരുന്നു ഇവിടെ. കാരണം ഇഷ്ടംപോലെ വെറൈറ്റി ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പേരൻസിനും അതേപോലെ ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് സൈഡാണ് കേട്ടോ. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവാണ് കേട്ടോ. ഫുഡാണെങ്കിലും ഇച്ചിരി എക്സ്പെൻസീവാണ്. പിzzയ്ക്കൊക്കെ ആയാലും എനിക്ക് തോന്നുന്നു നമ്മൾ നോർമൽ പിസ്സ ഹട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനും കട്ടിയൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. കുട്ടിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനായാലും അതേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പേരൻസിനും കുട്ടികൾക്കും കൂടെ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ടൈം നമുക്ക് നമ്മുടെ കിഡ്സിൻ്റെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അവിടെ കുറേ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ ആയിരുന്നു. നമ്മളവിടെ ഉള്ളപ്പം തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി അവരവിടെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫേസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിസ്സയൊക്കെ ആയാലും ഒരുപാട് വെറൈറ്റി പിസ്സയൊക്കെ ഉണ്ടായിരുന്നു. പിസ്സ മാത്രമല്ല സാലഡ്സും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ ഉള്ള ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പേരൻസിനായാലും നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇച്ചിരി അധികം കത്തിയായിട്ട് തോന്നിയത് ഈ അഡ്വഞ്ചർ സോണായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സ്ലൈഡിൽ കയറുന്നതിന് മാത്രം അവർ ചോദിച്ചത് 50 റിയാലായിരുന്നു. അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. ബട്ട് ഓവറോൾ നല്ല എൻജോയ് ചെയ്യാനും നല്ല രീതിയിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഈ ഫേസ് സ്കെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അവർ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അതേപോലെ സ്കെച്ച് ചെയ്ത് തരും. അതൊക്കെ നല്ലതായിരുന്നു. ഇത് എയർപോർട്ട് റോഡിൻ്റെ അടുത്തുള്ള ഹോളിഡേയ്സ് ഇന്നിൻ്റെ ഓപ്പോസിറ്റാണ് ചക്കി ചീസ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.